വെൽക്കം ബാക്ക് ടു ഹസ്നാസ് കിച്ചൺ. തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ചില്ലിയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല ദശക്കട്ടിയുള്ള ഒരു മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. നമ്മളിത് ആദ്യം മസാലയൊക്കെ കൂട്ടിയിട്ട് വെക്കും, എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കേണ്ടതെന്നും എങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം. 1 ടീസ്പൂണ് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകം പൊടിച്ചത് ശകലം ചേർത്ത് കൊടുക്കാം. ഫിഷ് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാല ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് ഇടണമെന്നൊന്നുമില്ല, പക്ഷെ ആവശ്യക്കാർക്ക് ഇടാൻ അത്രേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അവ നല്ലവണ്ണം പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വലിയൊരു ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ. ഇനി പാകത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇവ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സുറുക്ക ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മുട്ട ചേർക്കാം കേട്ടോ. പക്ഷേ മുട്ട ചേർക്കുന്നത് മീനിലൊന്നും എനിക്ക് മുട്ട ചേർക്കുന്നത് ഇഷ്ടമല്ല. അല്ലാതെ ചിക്കനിലൊക്കെ നമ്മൾ ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ മീനിൽ ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത് നമ്മൾ മീനെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ദശക്കട്ടിയുള്ള മീൻ വേണം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫിഷ് ചില്ലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ഇത് പേതൽ എന്ന് പറയുന്ന ഒരു മീനാണ്. ഇവിടെ അതാണ് പേര് പറയുന്നത്. നമ്മളിവിടെ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരുന്നത് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഫിഷിൽ നന്നായിട്ട് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഉപ്പ് നമ്മൾ അതിൽ ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഇതിൽ ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോകും. ഈ ഒരു മീനിൻ്റെ എന്നല്ല, ഈ ഫ്രൈ ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫിഷ് എന്നല്ല, ചിക്കൻ ആണെങ്കിലും ബീഫ് ചില്ലി ആണെങ്കിലും ചിക്കൻ ചില്ലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് കുറക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രുചി വരും, ഉപ്പ് പെട്ടെന്ന് കൂടും, അങ്ങനെയൊക്കെ ചെയ്യും. മീനിൽ നന്നായിട്ട് ഉപ്പും മുളകും അതുപോലെ എല്ലാ മസാലകളും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കാം, വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യും കേട്ടോ. എണ്ണ നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക.
നല്ലോണം മുരിഞ്ഞു പോവരുത്. അതിൻ്റെ ഒരു പാകം ഉണ്ടല്ലോ, അതായത് വെന്തിട്ടുണ്ടാവും പക്ഷെ മുരിഞ്ഞു വരാത്തൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ നമ്മളതിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ചില്ലി അതുപോലെ ബീഫ് ചില്ലി ഒന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഹസ്നാസ് കിച്ചൺ എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.